പെണ്ണെട്ടേണ്ടത് പ്രേമിച്ചിട്ടല്ല. അതിൻ്റെ ഇടയിൽ കൂടെ പറയാം. പെണ്ണെട്ടേണ്ടത് പ്രേമിച്ചിട്ടല്ല. പെണ്ണെട്ടേണ്ടത് എങ്ങനെ? പെണ്ണെട്ടേണ്ടത് സമയമാവുമ്പോൾ മാതാപിതാക്കൾ അന്വേഷിച്ച് കണ്ടെത്തുന്നത്. ഇഷ്ടമുണ്ടെങ്കിൽ കെട്ടിയാൽ മതി, അത് വേറെ കാര്യം. ഇഷ്ടമില്ലാത്തത് കെട്ടുമൊന്നും വേണ്ട, പക്ഷെ കണ്ടെത്തുന്നത് മാതാപിതാക്കളാണ്. എന്താ കാര്യം? അങ്ങനെ കണ്ടെത്താൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. കാരണം വിവാഹപ്രായമാകുമ്പോൾ പുരുഷന് ചില ദൗർബല്യങ്ങൾ ഉണ്ടായിരിക്കും. അതോ അവൻ്റെ വാപ്പാക്കും മക്കും ഉണ്ടാവില്ല ആ ദൗർബല്യം. അതുകൊണ്ട് കണ്ടെത്താൻ കഴിയുന്നത് അവർക്കാണ്. ഓൻ ഇഷ്ടപ്പെട്ടെങ്കിൽ കെട്ടിയാൽ മതി എന്നുള്ളതാണ്. അതുകൊണ്ട് കെട്ടിക്കേണ്ടതും പ്രേമിച്ചിട്ടല്ല, കെട്ടേണ്ടതും പ്രേമിച്ചിട്ടല്ല. പ്രേമിച്ച് കല്യാണം കഴിച്ചാൽ 5 ബുദ്ധിമുട്ടുകൾ എന്തായാലും ഉണ്ടാവും. ചുരുങ്ങിയത് 5 ബുദ്ധിമുട്ട് എന്തായാലും. ആ 5 കാരണങ്ങളെ കൊണ്ട് പ്രണയവിവാഹം പരാജയപ്പെടുകയും ചെയ്യും. പ്രണയവിവാഹം ആത്യന്തികമായി പരാജയമാണ് ഉണ്ടാകുക. വിജയം വളരെയധികം പ്രയാസമാണ്. ആത്യന്തികമായി പരാജയമാണ്. പരാജയത്തിൻ്റെ ഒന്നാം കാരണം ഉമ്മാക്ക് ഇഷ്ടം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഉമ്മാക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ കാര്യവും പരാജയപ്പെടും. അതിനിപ്പോൾ എന്ത് കച്ചവടം തുടങ്ങുകയാണെങ്കിലും ശരി, കുവൈത്തേക്ക് പോവുകയാണെങ്കിലും ശരി, എന്ത് കാര്യമാണെങ്കിലും ഉമ്മാക്ക് ഇഷ്ടമില്ലാത്ത പരാജയപ്പെടും. മറ്റൊരു കാര്യം, പ്രണയം വ്യഭിചാരത്തിലല്ലാതെ തുടങ്ങൂല എന്നുള്ളതാണ്. അത് ഞാൻ പറയുമ്പോൾ ഒരു സംശയം ഉണ്ടാവും, അതിന് വ്യഭിചാരം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ, ഒക്കെ ഞങ്ങൾ നിക്കാഹിൻ്റെ ശേഷം ഉണ്ടാവുള്ളൂ എന്ന് ആദ്യം ദിനം തീരുമാനിച്ചതാണല്ലോ എന്ന് തോന്നും. അത് വ്യഭിചാരം തന്നെ എന്താണെന്ന് അറിയാത്തതിൻ്റെ കുഴപ്പമാണ്. അൽ ഐനാന് സിനാഹുമ അന്നദുറു എന്ന ഹദീസിൽ നസ്സാണ്. കണ്ണിൻ്റെ വ്യഭിചാരം നോട്ടമാകുന്നു. കാണലും നോക്കലും രണ്ടാണ്. കാണൽ വ്യഭിചാരമല്ല, അതേസമയത്ത് നോക്കൽ വ്യഭിചാരമാണ്. തിങ്കളാഴ്ച 9:35 സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ബസ് കാത്തു നിന്നപ്പോൾ കണ്ടു, അത് കാണലാണ്. ചൊവ്വാഴ്ച വീണ്ടും 9:35 സ്കൂളിലേക്ക് പോകാൻ ബസ് കാത്തു നിന്നപ്പോൾ കണ്ടു, അതും കാണലാണ്. ബുധനാഴ്ച വീണ്ടും 9:35 സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ബസ് കാത്തു നിന്നപ്പോൾ കണ്ടു, അതും കാണലാണ്. വ്യാഴാഴ്ച കാണാൻ വേണ്ടി ബസ് കാത്തു നിന്നാൽ നോക്കലായി. അൽ ഐനാനി സിനാഹുമ അന്നദുറു. കണ്ണിൻ്റെ വ്യഭിചാരം നോട്ടമാണ്. നേത്ര വ്യഭിചാരത്തിൽ നിന്നല്ലാതെ പ്രണയം ആരംഭിക്കുകയില്ല. ഹറാമിൽ തുടങ്ങിയത് നരകത്തിലല്ലാതെ അവസാനിക്കുകയില്ല. അതിനാൽ പ്രണയവിവാഹം പരാജയപ്പെടും. കല്യാണം കഴിക്കേണ്ടത് പ്രേമിച്ചിട്ടല്ല. അതാണ് സംഗതി. അതതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതാണ്. ഇങ്ങനെ ഒക്കെ കൂട്ടത്തിൽ ഇങ്ങനെ പറയുന്നേ ചെയ്യുക. അങ്ങനെ സമയമാകുമ്പോൾ ക്ലാസ് കൊണ്ട് കഴിയും ചെയ്യും. അങ്ങനെയാണ് ഉണ്ടാകുക. അപ്പോൾ ചായ കൊടുക്കാനുള്ളതാണെങ്കിൽ ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് കൊടുക്കണം കേട്ടോ. ഒരു യാനബി എല്ലാവരും ചൊല്ലി. യാനബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹ് അലൈക്കും. മുഅ്മിനീങ്ങളെ, കുടുംബജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാനിങ്ങനെ ഒരു പരന്ന് കിടക്കുന്ന ഒരു ചർച്ചയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങിയ ഒരു ചർച്ചയല്ല. അപ്പോൾ വിശാലാർത്ഥത്തിൽ നമ്മൾ കുടുംബത്തെ കാണുമ്പോൾ ആദ്യം കാണേണ്ടത് വാപ്പ എന്നതിനെയാണ്. മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് പിതാവാണ്. അള്ളാഹുവിൻ്റെ ആദ്യത്തെ ഖൽഖ് വാപ്പയാണ്. മനുഷ്യനെ ചേർക്കപ്പെടുന്നത് അവൻ്റെ പിതാവിലേക്കാണ്. മനുഷ്യൻ ഭൂമിയിൽ വരണോ വരണ്ടയോ എന്ന തീരുമാനത്തിൻ്റെ പിന്നിൽ പിതാവാണെന്ന് തട്ടിപ്പുറപ്പെടുന്ന ഇന്ദ്രിയത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ പടച്ചിരിക്കുന്നു എന്ന ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞതായിട്ട് കാണാം. രണ്ടാമത്തത് ഉമ്മാനെ പിന്നെ നമ്മൾ എപ്പോഴും പറയണതാണ്. അതുകൊണ്ട് ഞാൻ ഒന്നാമത്തത് വാപ്പിയും രണ്ടാമത്തത് ഉമ്മയാക്കിയിട്ട് പറഞ്ഞത്. മൂന്നാമത്തത് ഭാര്യ ഭർത്താക്കന്മാർ, ഇണകൾ എന്ന് നമ്മൾ പറയും. സൗജ് സൗജത്ത്. സ്വർഗത്ത് പോവാൻ 5 സർട്ടിഫിക്കറ്റ് വേണ്ടി വരും എന്നാണ്. സ്വർഗത്ത് പോവാൻ 5 സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. അതിലൊന്ന് ഉമ്മാൻ്റെ സർട്ടിഫിക്കറ്റാണ്. 2 ഭാര്യക്ക് ഭർത്താവിൻ്റെയും ഭർത്താവിന് ഭാര്യയുടേതുമാണ്. അയ്യുമംറഅത്തിൻ മാതത്ത്
വസൗജുഹാ അന്നാ റാദിൻ ദഖലത്തിൽ ജന്ന. ഏതെങ്കിലും ഒരു സ്ത്രീ മരിച്ചു, അവളുടെ ഭർത്താവ് അവളെ തൊട്ട് തൃപ്തിപ്പെട്ടവനാണെങ്കിൽ അവൾ സ്വർഗത്തിൽ കടന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യ ഭർതൃ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് സ്വഭാവത്തിന്റെ വിജയമാണ്. ഇസ്ലാമിലെ വിവാഹം എന്നത് സ്വർഗത്തിൽ നിന്ന് തുടങ്ങി സ്വർഗത്തിൽ അവസാനിക്കുന്നതാണ്. ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ തുടങ്ങിയതാണ്. വിവാഹ ജീവിതം സ്വർഗത്തിലേക്കുള്ള ഒരുക്കമാണെന്ന് സൂറത്തു യാസീൻ ഹും വ അസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് വിവാഹത്തിൻ്റെ പരിസമാപ്തി എന്ന് പറയുന്നത് സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ എല്ലാവരും ഇണകളാണ്. ഹും വഅസ്വാജും ഫീ ളിലാലിൻ, അവരും അവരുടെ ഇണകളും സ്വർഗത്തിൽ മരത്തിൻ്റെ താഴ്ഭാഗത്ത് അരീക്കത്ത് എന്ന കട്ടിലിൽ മേൽ ചാരിയിരിക്കും. ഏത് ഭാര്യ ഏത് ഭർത്താവ്? ദുന്യാവത്ത് അതേ ഭാര്യയും ദുന്യാവത്ത് അതേ ഭർത്താവും. അപ്പോൾ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ദുനിയാവിൽ വെച്ച് ഒരു സ്ത്രീയെ രണ്ട് പുരുഷന്മാർ കല്യാണം കഴിച്ചിരുന്നു എന്ന് വിചാരിക്കുക. ആദ്യം ഒരു പെണ്ണിനെ ഒരാൾ കല്യാണം കഴിച്ചു, പിന്നെ അയാൾ മരണപ്പെട്ടു. രണ്ടാമതൊരാൾ ആ പെണ്ണിനെ കല്യാണം കഴിച്ചാൽ നാളെ സ്വർഗത്തിൽ വരുമ്പോൾ ഏത് ഭർത്താവിൻ്റെ കൂടെയായിരിക്കും ആ സ്ത്രീ ജീവിക്കുക നബിയേ എന്ന് ചോദിച്ചു. നല്ല ചോദ്യമാണ്. ഒരു പെണ്ണിനെ ആദ്യ ഒരാൾ കല്യാണം കഴിച്ചു, അയാൾ മരിച്ചു. പിന്നെ രണ്ടാമതൊരാൾ കല്യാണം കഴിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്ത്രീക്ക് രണ്ട് ഭർത്താക്കന്മാരുണ്ട്. ഇതിൽ ഏത് ഭർത്താവിൻ്റെ കൂടെയാണ് നാളെ സ്വർഗത്തിൽ ഉണ്ടാകുക? സയ്യിദത്തുനാ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മു സലമ, സ്വഭാവത്താൽ ഏറ്റവും നന്നായി നിന്നോട് പെരുമാറിയത് ഏത് ഭർത്താവാണോ ആ ഭർത്താവിനെ നീ നാളെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് തെരഞ്ഞെടുക്കുന്നതാണ് ഉമ്മു സലമ. സ്വഭാവത്താൽ ഏറ്റവും നന്നായി നിന്നോട് പെരുമാറിയ ആളെ നീ തെരഞ്ഞെടുക്കും. ഈ ഹദീസിൽ രണ്ട് സ്വകാര്യം ഉണ്ട് എന്നാണ്. ഒന്നാമത് സ്വകാര്യം, ദുന്യാവിലെ ഭാര്യ ഭർത്താവ് ഇണകൾ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള മാനദണ്ഡം സൽസ്വഭാവമാണ് എന്ന സ്വകാര്യം അതിലുണ്ട്. രണ്ടാമതായി ഒരു സ്വകാര്യം കൂടിയുണ്ട്. ഉമ്മു സലമ ബീവിന്റെ രണ്ടാമത്തെ ഭർത്താവ് മുത്തുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് പുണ്യനബിന്റെ അത്ര സൽസ്വഭാവം വേറെ ആർക്കും ഏതായാലും ഉണ്ടാവില്ല. അപ്പോ എൻ്റെ പുതിയാപ്പള ഞാൻ തന്നെ ഇക്കാരം അതിൻ്റെ ഉള്ളിലുണ്ട്. അതാണ് അതിലെ രണ്ടാമത്തെ സ്വകാര്യം. അതാണ് ഉമ്മു സലമ ബീവിയുടെ ചോദ്യം. അതന്നെയാണ് സ്വർഗത്തിൽ നിങ്ങളെന്നല്ലേ ഇക്കാരം തന്നെയാണ് ആ ചോദ്യത്തിലുള്ളത്. അത് ഉത്തരത്തിൽ മറച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ട്. മുത്തുനബി വഫാത്താവുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം 9 ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ 9 ജീവിക്കുന്ന സ്വഭാവത്തിന്റെ സർട്ടിഫിക്കറ്റാണത്. അന്തിസ്ദീനിസ്വാതിൻ വഫാത്തുൽ മുസ്തഫ ഖുയ്യിർന ഫഖ്തർന നബിയൽ മുഖ്തഫ ആയിഷത്തും വഹഫ്സത്തും വസൗദാ സോഫിയത്തും മൈമുനത്തും വറംല ഹിന്ദും വസൈനബും കദാ ജുവൈരിയ ലിൽമുഅ്മിനീന ഉമ്മഹാത്തുൻ മർദിയ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുമ്പോൾ ജീവിച്ചിരിപ്പുള്ള 9 ഭാര്യമാർ, അവർ ഉമ്മാത്തുൽ മുഅ്മിനീൻ എന്ന പേരിൽ, മുഅ്മിനീങ്ങളുടെ ഉമ്മമാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്.
നബി തങ്ങളുടെ സ്വഭാവത്തിന് സർട്ടിഫിക്കറ്റാണ് അത്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്നത് ആയിഷ ബീവിയാണ്. നബി തങ്ങൾ വഫാത്താവുമ്പോൾ പ്രായത്താൽ ഏറ്റവും ചെറുതും ആയിഷ ബീവി തന്നെയാണ് റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് 20 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു സഹാബി ചോദിച്ചു, മോനെ എടാ ഞാൻ ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞിരുന്നു, ഇജ്ജ് എടുക്കപ്പോൾ കൊണ്ടുവരണേ, ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് കൊടുക്കിട്ടാ നല്ല കുട്ടികളായിട്ട്. ആ ഈ കുട്ടിക്കൊന്ന് കൊടുക്കണം, മോനെ വാ ഉസ്താദിൻ്റെ കുട്ടിക്കൊന്ന് കൊടുക്കണം, ബാക്കി ഇനി നമുക്ക് പിന്നെ ലാസ്റ്റ് കിടത്താൽ മതി. അത് ഈ ബാക്കിൽ നിന്ന് കൊടുക്കണത് എന്തിനാണെന്ന് വെച്ചാൽ മുന്നിൽ നിന്ന് കൊടുത്താൽ ബാക്കത്തെ ആൾക്ക് കിട്ടുന്നത് വരേക്കും എല്ലാവരും അതിങ്ങനെ വിതരണം ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കും. ബാക്കിൽ നിന്ന് കൊടുത്താൽ അത് കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനോടുള്ള സംഗതി കഴിഞ്ഞു, കിട്ടുന്നത് വരെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ കിട്ടി പോരുമ്പോൾ കിട്ടുന്നവരൊക്കെ പിന്നെ ഇങ്ങോട്ട് ഇങ്ങനെ നോക്കിക്കോളും, മുന്നിലുള്ളവരെ കാണാത്തതുകൊണ്ട് ഓരും നോക്കിക്കോളും. അപ്പോൾ ഇങ്ങനെ വയത് ഇങ്ങനെ ഉഷാറായിട്ട് പറയാമെന്നുള്ളതാണ് അതിൻ്റെ ഒരു സൗകര്യം. അതിനാണ് ബാക്കിൽ നിന്ന് കൊടുക്കാൻ പറഞ്ഞത്. നമ്മൾ അതിൻ്റെ ഇടയിൽ വേറെ വിഷയങ്ങൾ കയറണ്ട, നമുക്ക് പറയുന്ന വിഷയം തന്നെ ഇങ്ങനെ മുഴുവനാക്കുന്നു. അദബിൽ വെച്ച് ഏറ്റവും വലിയ അദബ് ഭക്ഷണത്തോടുള്ള അദബാണ് എന്ന് പറയലുണ്ട്. എത്ര മര്യാദയുള്ള സദസ്സിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിലും തിന്നാൻ കണ്ട എല്ലാ മര്യാദയും പോകും, അങ്ങനെ ഉണ്ടാകുക. നമ്മൾ വളരെ നല്ലോണം ശ്രദ്ധിച്ചിങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു 6 റൂട്ട് ബിസ്ക്കറ്റിൻ്റെ ഓരോ പൊട്ടൻ കൊടുത്താൽ മതി, അതോടുകൂടെ എല്ലാം മര്യാദയാണോ. അങ്ങനെയാണ് മനുഷ്യൻ്റെ ഒരു പൊതുവായൊരു സ്വഭാവം, അങ്ങനെയാണ്. എല്ലാവരും അങ്ങനെയൊന്നല്ല കേട്ടോ, പൊതുവായൊരു സ്വഭാവം അങ്ങനെയാണ്. അപ്പോൾ അത് ബാക്കിൽ നിന്ന് ഇങ്ങനെ കിട്ടുമ്പോൾ അതൊരു മട്ടത്തിന് അങ്ങനെ കൈ കിട്ടിയവർ പിന്നെ ഏതായാലും കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ, മറ്റേ മുന്നിൽ നിന്ന് ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്നാ ഇപ്പം ഇങ്ങനെ കൊടുത്താൽ ബാക്കിൽ ഇപ്പോൾ അത് എത്തുക, അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ്. وتذلل بين يديك واستهجرت يا حبيبي عندك الظبي نافور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. മുഅ്മിനീങ്ങളെ, അപ്പോൾ കുടുംബജീവിതത്തിൽ ഫസ്റ്റ് കുടുംബജീവിതം നന്നാവാൻ ആദ്യമായി ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് സ്വഭാവം നന്നാവുക എന്നുള്ളതാണ് കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും അസ്ല്. ഈ സ്വഭാവം നന്നാവുക എന്ന് പറഞ്ഞാൽ ഞാൻ സൽസ്വഭാവിയാന്ന് ഞാൻ പറഞ്ഞിട്ടൊരു കാര്യമില്ല, മറ്റുള്ളവർ പറയണം അയാൾ സൽസ്വഭാവിയാണ്. ഞാൻ സൽസ്വഭാവിയാന്ന് എനിക്കെന്തായാലും അഭിപ്രായം ഉണ്ടാവും, അതുകൊണ്ടൊരു കാര്യമില്ല. നമ്മളെ അഭിപ്രായത്തിൽ ആകെ ഇവിടെ ദുന്യാവിൽ ഒരു സൽസ്വഭാവിയുള്ളൂ നമ്മളേക്കാരാണ്, അങ്ങനെയാണ്. ബാക്കിയുള്ളവരൊക്കെ മോശക്കാരൻ അങ്ങനെയൊക്കെ. അപ്പം നമ്മളെ സ്വഭാവത്തിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ ഒപ്പിട്ടിട്ട് സെൽഫ് അറ്റസ്റ്റേഷൻ കൊണ്ടൊന്നും പ്രയോജനമില്ല. സ്വഭാവ സർട്ടിഫിക്കറ്റിൽ ആദ്യം ഒപ്പിടേണ്ടത് ഭാര്യയ്ക്ക് ഭർത്താവ് ഒപ്പിടണം, ഭർത്താവിന് ഭാര്യ ഒപ്പിടണം, പിന്നെ അയൽവാസികൾ ഒപ്പിടണം, അങ്ങനെ പിന്നെ ഉസ്താദ് ഒപ്പിടണം, അങ്ങനെയാണ് ഇടേണ്ടത്. അപ്പം ആദ്യത്തെ ഒപ്പ് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവാണ് ഇടേണ്ടത്. സ്വഭാവം അവർക്കാണ് മനസ്സിലാകുക എന്നുള്ളതാണ്. അതുകൊണ്ട് നാളെ സ്വർഗത്തിൽ ആരായിരിക്കും ഭർത്താവ് എന്ന് ചോദിച്ചോ പറഞ്ഞു, സ്വഭാവത്താൽ ഏറ്റവും നന്നായ ആളെ നീ തെരഞ്ഞെടുക്കും. എങ്ങനെ സൽസ്വഭാവിയാവുക? സൽസ്വഭാവിയാന്ന് പറഞ്ഞു പോയിട്ട് വരില്ലല്ലോ, എങ്ങനെയാവുക? മനുഷ്യന് സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ 20 എണ്ണാണ്. 20 സ്വഭാവമാണ് മനുഷ്യനുള്ളത്. 20 എണ്ണവും നല്ലൽക്കും ഉപയോഗിക്കാൻ പറ്റും, 20 എണ്ണവും കേടെടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. സ്വഭാവങ്ങൾ 20 എണ്ണാണ്. നല്ലൽക്ക് ഉപയോഗിക്കുമ്പോൾ അതിന് വേറെ പേര് പറയും, ചീത്തലക്ക് ഉപയോഗിച്ചാൽ അതിന് വേറെ പേര് പറയും. ഇപ്പം നമ്മളിങ്ങനെ അങ്ങാടി കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു സാധുവായ ഒരു ഫക്കീറായ മനുഷ്യനെ കണ്ടു. അയാൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പം എന്തേലും ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒരു ചായക്കായി തരുമോയെന്ന് ചോദിച്ചു.
അപ്പോൾ അങ്ങനെ ആലോചിച്ച് നമ്മളിപ്പോൾ അങ്ങനെ ഒരു 10 റുപ്യ ചായക്ക് കൊടുത്താൽ അയാൾ അതുകൊണ്ട് എന്തെങ്കിലും കള്ളുടിച്ചാലോ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചങ്ങാണ്ട് കൊടുക്കാനാവില്ല. പണ്ടും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ പിരിക്കണ പലരും കള്ളുടിക്കലാന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് കൊടുത്തില്ലെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേര് ബുഖ്ൽ എന്നാണ്, പിശുക്ക്. അതിൻ്റെ പേര് പിശുക്കെന്നാണ്. അങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അതാണ് വാങ്ങിക്കാണ്ട് അങ്ങനെ കള്ള് ഷാപ്പിക്ക് പോവുകയാണെങ്കിൽ പിന്നെ ഒന്നിങ്ങനെ ബാക്കിക്ക് നിൽക്കാം. അല്ലാതെ അങ്ങനെ ആലോചിച്ചുണ്ടാക്കിയിട്ട് എന്തെങ്കിലും ഓൻ ഈ പൈസ കൊണ്ട് കള്ളുടിച്ചാൽ എന്താ കാട്ടുക എന്നൊക്കെ ആലോചിച്ചിട്ട് അതിന് പിശുക്ക് തന്നെ പേര്. വല്യമ്മക്ക് ഗോരോചനാദി ഗുളിക വാങ്ങാൻ വേണ്ടിയിട്ട് 10 റുപ്യം കീശയിൽ വെച്ചിട്ട് അങ്ങാടിക്ക് ഇങ്ങനെ പോകുമ്പോൾ ഒരു സാധുവായ മനുഷ്യനെ കണ്ടിട്ട് അയാൾ എന്തേലും തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ വല്യമ്മാൻ്റെ ഗോരോചനാദിയുടെ പൈസ കൊടുക്കാതിരിക്കുന്നതിൻ്റെ പേര് സൂക്ഷ്മത എന്നാണ്. സാധനം രണ്ടും 10 റുപ്യ കൊടുക്കാതിരിക്കലാണ്. ഒന്ന് പിശുക്കാണ്, മറ്റൊന്ന് സൂക്ഷ്മതയാണ്. ഇതാണ് സംഗതി. ഇങ്ങനെ 20 എണ്ണം ഉണ്ട് എന്നാണ്. ആ 20ഉം ക്ലിയർ ആകുമ്പോഴാണ് സൽസ്വഭാവിയാകുക. എന്നാൽ സൽസ്വഭാവിയാകാനുള്ള ഒറ്റമൂലി ഇതാണ്, ഇനി പറയാൻ പോണതാണ്. ഒരിക്കൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിൽ മലം പ്രദേശത്ത് ആടിനെ വിറ്റുകൊണ്ട് ആടിനെ നോക്കിക്കൊണ്ട് താമസിക്കുന്ന ഒരു സ്വഹാബി വര്യൻ വന്നു. കുറേ സമയം സദസ്സിൽ ഇരുന്നതിന് ശേഷം അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു. മദ്ദീനു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ ദീന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു. മുസ്ലിമായ ആൾ തന്നെയാണ്, സ്വഹാബിയാണ്. പിന്നെന്തിനാ ചോദ്യം എന്ന് ചോദിച്ചാൽ നാട്ടിൽ പോയിട്ട് പറഞ്ഞു കൊടുക്കാനായിരിക്കും ഇസ്ലാം ദീൻ എന്താണെന്ന്. നബി തങ്ങൾ അതിന് മറുപടി പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുലുഖ്, ദീൻ എന്നാൽ സൽസ്വഭാവമാണ് എന്ന് പറഞ്ഞു. അപ്പം ഒരു പ്രതീക്ഷ മറുപടിയല്ല. കാരണം അത് ഒറ്റ വാക്കിൽ മറുപടി ഒതുങ്ങി അത് പ്രസംഗിക്കാൻ കഴിയൂലല്ലോ. നാട്ടിൽ പോയിട്ട് പ്രസംഗിക്കാൻ മാറ്ററാണ് മൂപ്പര് ചോദിക്കണതേ. ഇതെങ്ങനെ പ്രസംഗിക്കുക? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അമ്മാ ബഅദ്, അദ്ദീനു ഹുസ്നുൽ ഖുലുഖ് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രസംഗിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ തന്നെ ഇരുന്ന് കുറേ നേരം. ചിരി കൂടെ കാര്യം പോകരുത് കേട്ടോ. നിങ്ങൾ ചിരിക്കാൻ വേണ്ടി ഞാൻ പറയണതല്ല, മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ചിരി വരുന്നതിന് കുഴപ്പമൊന്നുമില്ല, കാര്യം എൻ്റെ ഉള്ളിൽ കൂടെ പോകരുത്. കുറേ സമയം രണ്ടാമത് ഇരുന്നിട്ട് പിന്നെ എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു, മദ്ദീനു യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. പഴയ മറുപടി തന്നെ പറഞ്ഞു. മൂന്നാമതും ചോദിച്ചു, അപ്പോഴും പഴയ മറുപടി തന്നെ പറഞ്ഞപ്പോൾ അദ്ദേഹം പോകാൻ വേണ്ടി ഒരുങ്ങി. ഒരുങ്ങിയപ്പോൾ നബി തങ്ങൾ ഇങ്ങോട്ട് തന്നെ വിളിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് തിരിച്ചു ചോദിച്ചു, വമാ ഹുസ്നുൽ ഖുലുഖി, സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താന്ന് ഇപ്പം എനിക്ക് മനസ്സിലായോ? ദീനി എന്ന് പറഞ്ഞാൽ സൽസ്വഭാവമാണ്. സൽസ്വഭാവം എന്താന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു റസൂലുഹു അലം, അല്ലാഹുവിനും അവൻ്റെ റസൂലിനും അറിയാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ലാ തഗ്ളബ് ഹദാ, നീ ആരോടും ദേഷ്യപ്പെടാതിരിക്കുന്നതിനാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. നമ്മളെ നാടൻ മലയാളത്തിൽ പറഞ്ഞാൽ അനക്ക് ഈറ പിടിക്കാതിരിക്കണേന് സൽസ്വഭാവം എന്ന് പറയുന്നു. ഇനി ആലോചിക്കാം, നമുക്ക് ഈറ വരുന്നുണ്ടോ? നമ്മൾ സൽസ്വഭാവികളല്ല. ഈറ വരുന്നില്ലേ? നമ്മൾ സൽസ്വഭാവിയാണ്. മരൻ്റെ അപ്പുറത്തേക്കും ഈ പറഞ്ഞത് ബാധകമാണ്, മരൻ്റെ ഇപ്പുറത്തേക്കും ഈ പറഞ്ഞത് ബാധകമാണ്. രണ്ട് പുറത്തേക്കും ബാധകമാണ്. സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ ഈറോടിച്ചായിരിക്കലാണ്.